ചരിത്ര വിജയം സ്വന്തമാക്കിയ ഒരു മണ്ണുണ്ട് അങ്ങ് ബംഗാളിൽ, വങ്കനാടിൽ. ശരിക്കും മമതാ ബാനർജിക്ക് കിട്ടിയ ഏറ്റവും വലിയ മറുപടി, അവിടെ കാവ്യ പുതച്ചിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷ മുൻപിൽ വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അവിടെ പ്രചാരണം കൊഴുപ്പിച്ചത്. വമ്പൻ തോൽവിയാണ് ദീദിക്ക് തന്നെ, മമതയ്ക്ക് തന്നെ ഏൽക്കേണ്ടി വന്നത്. കാരണം ജനങ്ങൾ നിഷ്കരുണം തിരസ്കരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ. അതുപോലെ തന്നെ അസമിൽ വീണ്ടും BJP തന്നെ തുടരും. അവിടെ കൃത്യമാണ്, കാരണം വികസന തുടർച്ച ജനങ്ങൾക്ക് ആവശ്യമാണെന്ന്. അതുകൊണ്ട് തന്നെ അസമിൽ വീണ്ടും BJP വരുമ്പോൾ തമിഴ്നാട്ടിലായിരുന്നു നമ്മൾ ഇന്നലെ കണ്ട ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഒരു സിനിമ കഥ പോലെ തന്നെ, ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ തന്നെ TVK വിജയ്. എനിക്ക് തോന്നുന്നു വിജയ് അധികാരത്തിലേക്ക് എത്തുകയാണ്, അതുമായി ബന്ധപ്പെട്ട അണിയറ നീക്കങ്ങൾ നടത്തുകയാണ്. ഒപ്പം DMK സഖ്യകക്ഷികളുമായി ചേർന്ന് എന്തൊക്കെയോ ആസൂത്രണം ചെയ്യുന്നുണ്ട് അല്ലെ. BJP DMK സഖ്യവും ആ രീതിയിൽ തന്നെ ചർച്ചകൾ സജീവമാക്കി നിലനിർത്തുകയുമാണ്. ഒരിക്കലും ഒരുപാട് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പറഞ്ഞിരുന്നു TVKക്ക് അല്പം മുൻതൂക്കം ലഭിക്കുമെന്ന്. പക്ഷെ ഇത്രത്തോളം മുൻതൂക്കം ലഭിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താണ് വിജയിനെ അവിടെ സഹായിച്ച ഫാക്ടർ എന്നുള്ള കാര്യം നമ്മൾ ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് തമിഴ്നാട് ജനത വിജയ്ക്ക് വോട്ട് നൽകിയത്, അതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു, പഠന വിഷയമാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്ക് നേരെ തലസ്ഥാനത്തേക്ക് പോയാൽ പോവാം. അവിടെ നമ്മുടെ പ്രതിനിധികളടക്കം കാത്തു നിൽക്കുകയാണ് അല്ലേ. ഏതായാലും നമുക്ക് ഈ രാഷ്ട്രീയ കേരളത്തിൽ ചരിത്ര വിജയം നേടി BJP അക്കൗണ്ട് തുറക്കില്ലെന്ന് പറഞ്ഞ ഇടത് വലത് മുന്നണികൾക്ക് കനത്ത തിരിച്ചടി നൽകിയാണ് കേരളത്തിൽ ചുവടുറപ്പിച്ചതോടൊപ്പം നേമം, കഴക്കൂട്ടം, ഒപ്പം ചാത്തന്നൂർ ഉൾപ്പെടെ 3 മണ്ഡലങ്ങളിൽ BJP വിജയക്കൊടി പാറിച്ചത്. ഇതോടെ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നതോടൊപ്പം ഇടത് കോട്ട കൂടുതൽ തരിപ്പണമാവുകയാണ്. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. ശാലിനി, പറഞ്ഞതുപോലെ തന്നെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അപ്പാടെ മാറി മറിയുന്ന ഒരു സ്ഥിതിവിശേഷം. ശാലിനിക്ക് സ്ഥലം കൂടി നോക്കൂ. KG മാരാർ ഭവന് മുൻപിൽ നിന്നാണ് സന്തോഷകരമായ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എത്രത്തോളം ആഹ്ലാദത്തിലാണ്, സന്തോഷത്തിലാണ് എന്ന് പറയേണ്ടതില്ല. കാരണം ആ ആരവങ്ങൾ, ആഘോഷങ്ങൾ നമ്മൾ കഴിഞ്ഞ വൈകുന്നേരം അടക്കം കണ്ടതാണ്. എങ്കിലും ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയത് അല്ലെങ്കിൽ മാറുന്നത് എത്രത്തോളം ശുഭസൂചനയാണ് മലയാള മണ്ണിനെ സംബന്ധിച്ചിടത്തോളം? KP, ഞാനിപ്പോൾ നിൽക്കുന്നത് അശ്വതി പറഞ്ഞതുപോലെ രണ്ടുപേരും വളരെയധികം സന്തോഷത്തിലാണ്. അതിലുപരിയാണ് നമ്മളും സന്തോഷത്തിൽ. കാരണം തിരുവനന്തപുരം ബ്യൂറോയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു മാസത്തോളം നീണ്ട തീവ്രമായ പ്രചരണം, ഒപ്പം തന്നെ വാശിയേറിയ മത്സരം, അതിൽ 2 മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്ത് പൊൻതാമരകൾ വിരിയുമ്പോൾ അതിൽ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമൊക്കെയായ കഴക്കൂട്ടത്തെ നിയുക്ത MLA ഇന്നലെ ജനം TVക്ക് അടക്കം അഭിനന്ദനം പറഞ്ഞതാണ്. ഇപ്പോൾ പ്രവർത്തകരൊക്കെ വിശ്രമത്തിലാണ്. കാരണം കഴിഞ്ഞ ഒരു മാസത്തിലധികം നീണ്ട കാത്തിരിപ്പ്, അതിന് 2 മാസം മുൻപ് തുടങ്ങി അവരുടെ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ വിജയം സമ്മാനിച്ച് 3 വിജയ താമരകൾ വിരിയിച്ച സന്തോഷത്തിലാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ KG മാരാർജിയുടെ പേരിലുള്ള സംസ്ഥാന കാര്യാലയത്തിലാണ്. എനിക്ക് പിന്നിലേക്ക് നോക്കിയാൽ ഒരു പക്ഷേ ആ ദൃശ്യങ്ങളൊന്ന് സൂം ചെയ്ത് നമ്മുടെ ക്യാമറമാൻ മനോജ് കാണിക്കും. 30ന്റെ പവറുള്ള 3 പേർ ഇനി തിരുവനന്തപുരത്ത് തലസ്ഥാനത്തുള്ള ഭരണസിരാ കേന്ദ്രത്തിൽ നിയമസഭയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ CPMൻ്റെയും ഒക്കെ ചില മുതിർന്ന നേതാക്കന്മാർ, മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞത് 2 അക്കം തൊടില്ല BJP, കേരളത്തിൽ ഇനി ഒരു താമര വിരിയില്ല, പൂട്ടിയ അക്കൗണ്ട് ഇനി തുറക്കാൻ പോകുന്നില്ല, അത് ഡബിൾ ലോക്കിട്ട് പൂട്ടിയതാണ് എന്നുള്ളതാണ് നേമത്തെ തോറ്റ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത്. എന്തായാലും അവർക്കൊക്കെയുള്ള ഒരു ഡബിൾ പൂട്ടിട്ടുള്ള മറുപടിയാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ സമ്മാനിച്ചിട്ടുള്ളത്. 1 അല്ല 3 താമരകളാണ് കേരളത്തിൽ വിരിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ചരിത്ര വിജയം നേടിക്കൊണ്ടാണ് ചാത്തന്നൂരിൽ കൊല്ലത്ത് നിന്നും BB ഗോപകുമാർ ജയിച്ചത്. അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അവർക്കിടയിൽ സാന്നിധ്യം അറിയിച്ചൊരു വ്യക്തിയാണ്. ഏകദേശം 4012 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇന്നലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ആദ്യ വിജയം ചാത്തന്നൂരിൽ നിന്ന് BJPക്ക് സമ്മാനിച്ചത്. മുൻപ് O രാജഗോപാൽ നേമത്ത് നിന്ന് വിജയിച്ച് അദ്ദേഹം പിന്നീട് ശിവൻകുട്ടി അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തി ആ ഒരു സീറ്റ് പോകുമ്പോൾ, അല്ലെങ്കിൽ ആ വിജയം നഷ്ടമായപ്പോൾ BJP പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള വിഷമമുണ്ടായിരുന്നു, ആശങ്കകളുണ്ടായിരുന്നു, സങ്കടമുണ്ടായിരുന്നു. അതൊക്കെ മാറിയ ദിവസം കൂടിയാണ് ഇന്നലെ നേമത്ത് നിന്ന് നമ്മൾ കണ്ട വിജയാഘോഷം.
രണ്ടാമത്തെ പൊൻതാമര വിരിഞ്ഞത് നേമത്ത് നിന്നാണ്. ഏകദേശം 2876 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് BJPയുടെ സമാരാധനായ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അവിടെ വിജയിച്ചത്. അദ്ദേഹം അവിടെ മത്സരത്തിന് എത്തിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ടതാണ്. എന്തിനൊരു സംസ്ഥാന അധ്യക്ഷൻ വന്ന് ഇവിടെ മത്സരിക്കുന്നു, അതുമാത്രമല്ല കേരളത്തിലോ തലസ്ഥാനത്തോ നേമത്തോ ഇനി താമര വിരിയില്ല എന്ന് പറഞ്ഞ ഇടത്താണ് ഇത്രയധികം ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് 2000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ആ സീറ്റ് നേമത്ത് നിലനിർത്തും CPM എന്നുള്ളതാണ്. LDFിൻ്റെ കൈകൾ തന്നെ ആയിരിക്കും ആ സീറ്റ് എന്നുള്ളതാണ്. ഡബിൾ പൂട്ടിട്ട് പൂട്ടിയ അക്കൗണ്ടാണ്. ഇനി അത് BJP കാണില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഡബിൾ പൂട്ട് ഇന്നലെ തല്ലി പൊളിച്ചുകൊണ്ട് തന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നേമത്ത് പൊൻതാമര വിരിയിച്ചിട്ടുള്ളത്. മറ്റൊരു താമര തിരുവനന്തപുരത്ത് തന്നെയാണ് വിരിഞ്ഞത്. കഴക്കൂട്ടത്താണ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ABVPയിലൂടെ വളർന്നു വന്ന മുൻ കേന്ദ്രമന്ത്രി, കേന്ദ്ര സഹമന്ത്രിയായിരുന്നപ്പോഴൊക്കെ വി മുരളീധരൻ എന്ന വ്യക്തി എന്താണ് ചെയ്തു നൽകിയത്, കേരളത്തിന് വേണ്ടി അദ്ദേഹം എന്തൊക്കെ കാത്തുവെച്ചിരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു മറുപടിയാണ് അവിടുത്തെ വോട്ടർമാർ ഇന്നലെ കഴക്കൂട്ടത്ത് നൽകിയത്. ഏകദേശം 265-ലധികം, ഏകദേശം പോസ്റ്റൽ വോട്ടുകളും എല്ലാം കൂടി വരുമ്പോൾ ഏകദേശം 400-ലധികം വോട്ട്, 450-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ കടകംപള്ളി സുരേന്ദ്രനെതിരെ അദ്ദേഹം വിജയിച്ച് കയറിയത്. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വാസവും വികസനവും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലം കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കഴക്കൂട്ടം നിയോജക മണ്ഡലമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം ചില സോഷ്യൽ മീഡിയ വീഡിയോകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വരുത്തുകയുണ്ടായി. ചില ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകളെ മുൻനിർത്തിക്കൊണ്ട് ചില ശപിക്കലൊക്കെ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയത്. ആ ശപിക്കലൊക്കെ തിരിച്ച് അദ്ദേഹത്തിന് തന്നെ കിട്ടിയെന്നുള്ളതാണ്. കാരണം ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയിലടക്കം പങ്കുണ്ട് കടകംപള്ളി സുരേന്ദ്രനെ എന്ന് ആവർത്തിച്ച് വന്നു. അത് ആവർത്തിച്ച് SIT അടക്കമുള്ളവർ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, താൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ എന്തായാലും വിശ്വാസികളായ ഭക്തരായിട്ടുള്ള വോട്ടർമാരായിട്ടുള്ള ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് ബോധ്യമായിട്ടുണ്ട്. അത് തന്നെയാണ് കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ടായിരുന്ന മണ്ഡലം കൈവിട്ടു പോകാനുള്ള കാരണമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. എന്തായാലും 3 സീറ്റുകളിൽ BJP വിജയിച്ചതോടുകൂടി ആത്മവിശ്വാസം BJPക്ക് ഇരട്ടിയാവുകയാണ്, ഒപ്പം ഉത്തരവാദിത്വവും ഇരട്ടിയാകുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ KG മാരാർജി ഭവനിൽ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുൻപ് മേയറുടെ വാഹനമെത്തി, ഡെപ്യൂട്ടി മേയറുടെ വാഹനമെത്തി. ഇനിയിപ്പോൾ 3 MLA-മാരുടെ വാഹനങ്ങൾ കൂടി ഈ കോമ്പൗണ്ടിലേക്ക് കയറാൻ പോവുകയാണ്. ദിവസത്തിനുമൊക്കെയായി അവരുടെ കാര്യം കൂടി ശാലിനി, MLA വി മുരളീധരൻ, MLA രാജീവ് ചന്ദ്രശേഖർ ആൻഡ് MLA BB ഗോപകുമാർ, ഈ 3 സിംഹങ്ങൾ നിയമസഭയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ? കാരണം 35 സീറ്റുകളിൽ മാത്രം ഒതുങ്ങി LDF എന്നുള്ളൊരു പ്രതിപക്ഷം അവിടെ ഉണ്ടെങ്കിലും അവിടെ ഇനി പ്രതിപക്ഷമായി കൂട്ടാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 MLA-മാർ, ആ 3 MLA-മാരല്ല 30-ന്റെ പവർ ഉണ്ട് അതിനല്ലേ? അതെ, അതായത് ശാലിനി ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ഈ നമുക്കറിയാം LDF-ന്റെയും UDF-ന്റെയും കൂട്ടുകച്ചവടം അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പാലക്കാടും മഞ്ചേശ്വരവും തന്നെയാണ്. അവിടെ ഒരു കൂട്ടുകച്ചവടം നടന്നിട്ടുണ്ട് ഇരു മുന്നണികളും തമ്മിൽ. അപ്പോൾ ശരിക്കും ഞാനൊരു ആത്മാർത്ഥമായ അല്ലെങ്കിൽ നിഷ്പക്ഷമായ ഒരു പ്രതിപക്ഷമായി ഞാൻ കാണുന്നത് ഈ 3 MLA-മാരിലൂടെയാണ്. എന്തായാലും ഇവർ ആ നിയമസഭയിൽ എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം? പലരുടെയും വാ അടപ്പിക്കും, പലരെ കൊണ്ടും പലതും പറയിപ്പിക്കും അല്ലേ? തീർച്ചയായും അശ്വതി, അത് തന്നെയാണ്. കാരണം മഞ്ചേശ്വരത്തും അതേപോലെ തന്നെ പാലക്കാടും കൃത്യമായി ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. K. സുരേന്ദ്രൻ നിയമസഭ കാണരുതെന്നും ശോഭാ സുരേന്ദ്രൻ നിയമസഭയിലേക്ക് എത്തരുതെന്നും അവർ ആഗ്രഹിച്ചിരുന്നു. അത് അവർ വോട്ടിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി പകൽ പോലെ വ്യക്തമാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മുഖ്യ പ്രതിപക്ഷമായി തന്നെ ഈ 3 പേർ 30-ന്റെ പവറായി നിയമസഭയ്ക്കുള്ളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. മുൻ കേന്ദ്ര മന്ത്രിമാരാണ് 2 പേർ. BB ഗോപകുമാർ ഒരു അധ്യാപകൻ എന്നതിനപ്പുറം ഒരു പക്ഷേ കുറച്ചുകൂടി അനുഭവ പാഠവുമുള്ളൊരു വ്യക്തിയാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനാകുമെന്ന് തെളിയിച്ചൊരു പാർട്ടിയാണ്. കേന്ദ്രത്തിൽ എന്തൊക്കെ ജനങ്ങൾക്ക് വേണ്ടി എത്തിച്ചു നൽകി, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് കേരളത്തെയും ജനങ്ങളെയും കാണുന്നതെന്ന് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ച എന്നോണമായിരിക്കും ഈ 3 MLA-മാരെയും അവർ കാണാൻ പോകുന്നത്. ഇന്നലെ വി മുരളീധരൻ, അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ, BB ഗോപകുമാർ ഒക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. വികസിത കേരളം ലക്ഷ്യം കണ്ടുകൊണ്ട്
ആ ലക്ഷ്യത്തിലൂന്നിയുള്ള പ്രവർത്തനമായിരിക്കും മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. അവർക്കൊപ്പം കേന്ദ്രമന്ത്രിമാരുണ്ട്, കേന്ദ്ര സഹമന്ത്രിമാരുണ്ട്, എം പിമാരുണ്ട്, കൂടാതെ തന്നെ ഇപ്പോൾ MLA-മാരായി തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ കൈകളിലുണ്ട്. ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു വികസന മാറ്റമായിരിക്കും ഇനി കേരളത്തിലേക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും എക്സിറ്റ് പോൾ പ്രവചിച്ചതുപോലെ 3 മുതൽ 15ഉം 17ഉം സീറ്റുകൾ വരെ പ്രവചിച്ചെടുത്ത് 3 സീറ്റുകൾ കിട്ടിയിരിക്കുകയാണ്. ആ 3 സീറ്റുകൾ കൈകളിൽ സുരക്ഷിതമായി കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസിത കേരളം ലക്ഷ്യം വരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും എന്തായാലും BJP നടത്താൻ പോകുന്നത്. എന്തായാലും മാറാത്തത് മാറും. മാറ്റമാണ് ഇനി കേരളത്തെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴക്കൂട്ടം, നേമം, ചാത്തന്നൂർ ഒരുപാട് വികസന പ്രതീക്ഷകളുമായാണ് അവിടുത്തെ ജനങ്ങൾ. ഈ 3 മണ്ഡലങ്ങളിലെ വികസനം മാത്രമല്ല, കേരളത്തിന്റെ ഉടനീളമുള്ള വികസനത്തിന് ശക്തി പകരുന്ന ഒരു പ്രാതിനിധ്യം ശബ്ദമായി ഇവർ 3 പേരും മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി സാമൂഹിക വിഷയങ്ങളിലടക്കം ശക്തമായ നിലപാടും അല്ലെങ്കിൽ ശക്തമായ ജനപക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന 3 പ്രിയപ്പെട്ട MLA-മാരെയാണ് നമ്മൾ നിയമസഭയിലേക്ക് എങ്ങനെ കയറ്റിവിട്ടത്. അതെ, അപ്പോൾ പ്രതീക്ഷകളേറെയാണ്. ശാലിനി വളരെ വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു.